നമസ്കാരം, BCB ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ വൻ ജനസാഗരത്തെ സാക്ഷിയാക്കി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുഖ്യമന്ത്രിക്ക് പിന്നാലെ PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, K മുരളീധരൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് ഒപ്പുവെച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും മതമേലധ്യക്ഷന്മാരും ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ വേദിയിലെത്തിയിരുന്നു. ദേശമംഗലം മേലത്തലശ്ശേരിയിൽ തനിച്ച് താമസിച്ചിരുന്ന 71-കാരി ആയിഷയെ വീടിന്റെ വരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സംശയം പ്രകടിപ്പിച്ച് നാട്ടുകാർ. മരണം സംഭവിച്ചത് ഇടിമിന്നലേറ്റാണോ എന്ന് നാട്ടുകാർ. ആയിഷ മരിച്ച സമയത്ത് പ്രദേശത്ത് കനത്ത മഴയും ശക്തമായ ഇടിമിന്നലും ഉണ്ടായതായും തൊട്ടടുത്തുള്ള പ്ലാവ് മരം മിന്നലേറ്റ് പിളർന്ന നിലയിലാണെന്നും സമീപവാസികൾ പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ്. മുണ്ടത്തിക്കോട് ഗ്രാമത്തെ ദുഃഖത്തിലഴ്ത്തി പാമ്പുങ്കൽ രംഗനും വിടവാങ്ങി. ദീർഘനാളായി ഗുരുതരമായ കിഡ്നി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. 3 മാസം മുമ്പ് ഭാര്യ സന്ധ്യ ക്യാൻസർ ബാധിച്ച് മരിച്ചതിന്റെ ആഘാതം മാറും മുമ്പേ കുടുംബനാഥനും വിട പറഞ്ഞതോടെ മക്കളായ അനാമികയും മാധവ് കൃഷ്ണയും ആ വീട്ടിൽ തനിച്ചായി. നാട്ടുകാർ ഒത്തുചേർന്ന് ഇവർക്ക് സ്ഥലവും വീടും നിർമ്മിച്ചു നൽകുകയും ചികിത്സയ്ക്കായി തുക ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നാടിൻ്റെയും ജനകീയ സമിതിയുടെയും പ്രാർത്ഥനകളെയും ശ്രമങ്ങളെയും വിഫലമാക്കിക്കൊണ്ടാണ് 3 മാസത്തെ ഇടവേളയിൽ അമ്മയും അച്ഛനും ഈ ലോകത്തോടും മക്കളോടും വിട പറഞ്ഞത്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ അത്താണിയിൽ നിർത്തിയിട്ടിരുന്ന മിനി പിക്കപ്പ് വാനിലേക്ക് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടിടിച്ച് 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ, ഒരു സ്ത്രീ, 2 കുട്ടികൾ എന്നിവർക്ക് പരിക്കേറ്റു. സ്ത്രീയുടെ പരിക്ക് അതീവ ഗുരുതരമാണെന്നാണ് പ്രാഥമിക വിവരം. പരിക്കേറ്റവരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.